ആമേൻ. അതായത് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വചനം. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങൾ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെ ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അതായത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്കിത് കിട്ടും. ആ പരിശുദ്ധാത്മാവിനോട് ദൈവവചനം എന്ന് വായിക്കുക. ദൈവവചനം എന്താണ്? ദൈവവചനത്തിൻ്റെ നിധി. ദൈവവചനം സാധാരണ പുസ്തകം പോലെ, ബുക്സ് പോലെ അല്ല, അത് വലിയ ജീവനാണ്, അനുഗ്രഹം. ഈ ഒരു വചനം നിങ്ങളുടെ ഉള്ളിൽ നമ്മൾ ഒരു പിശാച് എടുത്ത് വരത്തില്ല. പൈശാശക്തി അടിക്കുന്നത് ദൈവവചന ഹൃദയത്തില്ലാത്തവരുടെ അടുത്ത് ആ പിശാചികരെ പിടിക്കുന്നത്. അവരുടെ ഹൃദയത്തിൽ പിടിക്കുള്ളൂ, വേറൊന്നും പിടിക്കില്ല. ദൈവവചന ഹൃദയത്തിൽ ശരിക്കും ആത്മാവിൽ നല്ല ചേർന്ന് പിന്നെ ദുഷ്ടാരൂപി നമ്മുടെ അടുക്കലേക്ക് വരികയില്ല. അത് പേടിയാണ്. കാരണം ദൈവവചനം അത് ആരാണ്? അത് ഈശോ തന്നെയാണ്. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് മർക്കോസ് സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാം, ലഗിയോൻ ബാധിച്ച ഒരുവൻ ഈശോയെ കാണുമ്പോൾ അലറിക്കൊണ്ട് പറഞ്ഞു, ഓഹനോ ദൈവത്തിൻ്റെ പുത്രൻ യേശുവേ, നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? പേടിയാണ് അവൻ, ഭയമാണ്, അടുക്കൽ അവന് ഭയമാണ്, അലർന്ന് കാണാൻ പറ്റും. ഈശോ കാണുമ്പോഴത്തേക്കും അത് വയലൻ്റ് ആണെന്ന് കാണാം. അതുകൊണ്ട് അഭിഷേകമുള്ള ആളുകൾ വരും, പരിശുദ്ധമുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തിന്മയുടെ സത്യത്തെ തന്നെ ഇളകി മറിഞ്ഞത് പൊയ്ക്കോളും. പ്രിസലോഷ്. ഇത് അതിനറിയാം, നമുക്കറിയത്തില്ലെങ്കിലും ഇതിനകത്ത് സംഭവം എല്ലാം അറിയാം. പ്രിസലോഷ്. ഈ രഹസ്യങ്ങൾ അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ലൂക്കാ 8:10 പറയും, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്, മറ്റുള്ളവർക്കാകട്ടെ ഉപമകളിലൂടെ നൽകപ്പെടുന്നു. പ്രിസലോഷ്. ഇത് രഹസ്യങ്ങൾ, ദൈവരാജ്യത്തിന് ഒരുപാട് രഹസ്യം. യെശയ്യാ 45:3 രഹസ്യമുണ്ട്. പിശാചിന്റെ നിഗൂഢ പ്രവർത്തനങ്ങൾക്കുണ്ട്. ഈ ലോകത്തിന് ആളുകളുടെ ഇടയിലൊക്കെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. വ്യക്തികളും കുടുംബങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, കുട്ടികളെ പ്രവർത്തിക്കുന്നുണ്ട്, മുതിർന്നവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് അറിയണമെങ്കിൽ അറിഞ്ഞിട്ട് നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. പരിശുദ്ധ അമ്മയെ യോസേപ്പ് നോക്കി ഉണ്ണിമിശായം കൊണ്ട് ഈജിപ്തിലേക്ക് പോകുന്നു. ശത്രുക്കളുടെ എല്ലാ അപകടം രക്ഷപ്പെട്ടവരെ കാരണം അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനമുണ്ട്, ദൈവത്തിന്റെ ആത്മാവ്. ഓരോ സെക്കൻഡും ചെറിയ കാര്യം പോലും അവർ അനാസ്ഥയോടെ ചെയ്യത്തില്ല. എല്ലാം കൃത്യം. കാരണം അവരെ നയിക്കുന്ന ഒരു ആത്മാവുണ്ട്. പലർക്കും ആരാണ് ക്രിസ്ത്യാനി? എല്ലാവർക്കും ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ അനുഗമിക്കും. തീർച്ചയായിട്ടും അത് ഈശോയെ അനുഗമിക്കുന്നത്, ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്, ഈശോയെ അനുഗമിക്കുക. ശരിക്കും ക്രിസ്ത്യാനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതിനേക്കാൾ ഉപരിയാണ്. അതായത് ഈശോയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വൺ ഹൂ ഈസ് ലെഡ് ബൈ ഓർ ഗൈഡഡ് ബൈ, കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തി. അപ്പൊ ആ വ്യക്തിയുടെ സകല കാര്യങ്ങളെ ആര് നിയന്ത്രിക്കുന്നു? ഹല്ലേലൂയ. ആൾ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലാം ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നൊരു വ്യക്തി. എപ്പോഴും ദൈവത്തിന്റെ ആത്മാവിന്റെ കൺട്രോളിലാണ്. നമുക്കറിയാം സ്നാപക യോഹന്നാന്റെ ഒക്കെ കാര്യത്തിൽ എല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ. ഒരു വ്യക്തിയെ ദൈവം നിയന്ത്രിക്കുന്ന സംഭവം. ടോട്ടലി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലാണ്. അപ്പൊ ആ വ്യക്തിക്ക് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജെറമ്യ പ്രവാചകന്റെ ഒക്കെ നോക്കുമ്പോൾ അത് ജെറമ്യ 1:5 മുതൽ 10 വരെയുള്ള വചനം വായിച്ചു വരുമ്പോൾ അവിടെ കാണാൻ പറ്റും, ജെറമ്യയെ ദൈവം തൻ്റെ കൺട്രോളിലാണ് കൊണ്ടുപോകുന്നത്. ഫുള്ളി അണ്ടർ ഹിസ് കൺട്രോളാണ്. അപ്പോൾ ആ ഒരു കൺട്രോൾ, അപ്പോൾ ഒരു ക്രിസ്ത്യാനി വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ കഴിയുന്ന വ്യക്തിയാണ്. അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവാരൂപയുടെ കൺട്രോളിലാണോ? അത് പിശാചിന്, ചിലർക്ക് എന്ത് പിശാചിന്റെ കൺട്രോളിലാണ്. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ, അവർക്ക് പറഞ്ഞേ, ഫലത്തിൽ നിന്നാണ് വൃക്ഷം. 2 ഹല്ലേലൂയ. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഫലത്തിൽ നിന്ന് വിഷയത്തിൽ. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നുകൊടുക്കുന്ന ഫലം പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മൾ ആളെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഏത് അരൂപിയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഒരു വ്യക്തി ഏത് കൺട്രോൾ ചെയ്യുന്നത്? അതാണ് ഈ റോമാലേഖനം 8:14 പറയും, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കൾ. വീണ്ടും പറയുന്നുണ്ട് റോമാലേഖനം 8:15-16, അതായത് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് നിങ്ങളെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ നിങ്ങളെ യോഗ്യരാക്കുന്ന പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.